ഇതാണ് ബെല്ലവിസ്റ്റ. ഇത് സിഡ്നിൻ്റെ ഒരു ഭാഗമാണ്. അതിമനോഹരമായ ഒരു മോർണിംഗ് ആണ് സംഭവം. വാവ്, ഇവിടുന്ന് ചില വ്യൂ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഡെയിലി രാവിലെ നടക്കുമ്പോൾ കണ്ടാൽ മതിയാവാത്തൊരു സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വിൻ്റർ ഫോൾ എന്ന് പറയുന്ന ഈ ഓട്ടം സീസണിൽ എല്ലാ ചെടികളും ഇല കൊഴിയുന്നതും പിന്നെ അതിൻ്റെ കളർ മാറി വരുന്നതും കാണാൻ അതിമനോഹരമാണ്. ആക്ച്വലി ഇപ്പോൾ ഇതെടുത്തിട്ടില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കംപ്ലീറ്റ് വീണ് ഇലകൾ കംപ്ലീറ്റ് കാലിയാകുന്നതാണ്. ഇത് ഇപ്പോൾ കാണാനുള്ള രസം ഇറ്റ്സ് വണ്ടർഫുൾ. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഗ്രീൻ ട്രീൻ്റെയും ഇതിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാമല്ലോ. കൊണ്ടോ അങ്ങനെ വളരെ ദൂരെ ഇന്ന് ക്ലൗഡിയാണ്. ഇത് സ്മോക്കാണോ എന്താ അറിയില്ല. കുറച്ച് ഒരു മൂണിൻ്റെ കറക്റ്റ് അതൊരു മൂണിൻ്റെ ഷേപ്പും കാണാം. വണ്ടർഫുൾ. സിഡ്നി സിറ്റി എന്നൊക്കെ ഇൻറ്റീരിയർ സബർബാണ് ഓക്കം ഹിൽസ്. ഓക്കം ഹിൽസിൻ്റെ നെയ്ബറിങ് ഒരു സ്പോട്ടാണ് ബെല്ലവിസ്റ്റ. രാവിലത്തെ പക്ഷികളും ചേഞ്ചിങ് ലീവ്സ്, വീട് കിടക്കുന്ന ഇലകൾക്കും ഉണ്ടൊരു സൗന്ദര്യം. കണ്ടില്ലേ? വണ്ടർഫുൾ. കുറച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതേമാതിരിയാവും. എല്ലാ മരങ്ങളും ഇതേമാതിരി ഇലയില്ലാതെ. ഇത് ഞാനൊരു വ്ളോഗാക്കിയിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങളെപ്പോലത്തെ റിട്ടയേർഡ് ആൾക്കാർക്ക് വേണ്ടി ഒരു ടൈം പാസ്. റിട്ടയറീസിന് എന്തെങ്കിലും ചെയ്യണ്ടേ? രാവിലെ എഴുന്നേറ്റ ഒരു നടത്തം, TV കണ്ടിരുന്നാൽ മാത്രം മതിയോ? വീട്ടിലിരുന്ന ഒരു ഡിഫറെൻറ്റ് ലേസിനെസ് മാത്രമല്ല, ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരിതുണ്ടാവും. ഇവിടെ വന്ന് നടന്ന് ഒരു ബ്ലോഗൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് അയച്ചിട്ട് അങ്ങനെ ഒരു രസം കിട്ടിയാൽ നന്നായിരുന്നു. ഇതിൻ്റെ ഒരു പരിപാടി, ഇതിൻ്റെ ഒരു ആരംഭമാണിത്. ഹോപ്പ് ഇറ്റ് കംസ് ഔട്ട് ഗുഡ്. എന്നെപ്പോലെ കുറേ ആൾക്കാർ ഇതേമാതിരി രാവിലെ നടക്കാൻ പോകുന്നവരുണ്ട്, അവിടെ ഇവിടെ ഇരുന്നിട്ട് വെയിൽ കൊള്ളുന്നവരുണ്ട്, കുറേ വയസ്സന്മാർ, അങ്ങനെയൊക്കെ കുറേ പേരെ കാണാം. ഇനി ഈ പറയുന്ന ആളാരാണെന്ന് കാണണ്ടേ? ഇതാണ് ഞാൻ, ഒരു റിട്ടയേർഡ് പേഴ്സൺ, സിഡ്നി, ഓസ്ട്രേലിയ. പിന്നെ വേറെ ഒരു തൊഴിലും ഇല്ല, ചുമ്മാ ഇരുന്ന് ടൈം പാസ് ചെയ്യുന്ന ഒരാൾ. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ടൈം പാസ്. അങ്ങനെ ഇരിക്കട്ടെ. ഇത് ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. വാക്കിംഗ്, സൈക്ലിംഗ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ.
ഈ ഇലകൾ വീഴുന്ന കിടക്കുന്നതിലൂടെ ഒന്ന് നടന്നു നോക്കാം. എന്താ ചെയ്യാം, അടുത്ത സീസണിലല്ലേ ഇതുമാതിരി കാണാൻ പറ്റുള്ളൂ. another 10-11 months. നമുക്ക് തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ പോകാം. ഇതിനെപ്പറ്റി ഇത് വളരെ പഴയ ഒരു ഫാമിംഗ് ലാൻഡായിരുന്നു. ഇതൊക്കെ പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ് സം 40-50 ഇയേഴ്സ്. ഈ പല സ്ട്രീറ്റിനും ഇതിൻ്റെ ഒറിജിനൽ ഓണേഴ്സിൻ്റെ പേര് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും ഇപ്പോൾ കാണാനില്ല. പക്ഷെ ഓരോ സംഭവവും വളരെ ഹിസ്റ്റോറിക്കാണ്. ബോക്കം ഹിൽ ഷയർ അതാണ് ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ പറയപ്പെടുന്ന പേര്. ഫോർ എക്സാമ്പിൾ ഇതൊരു ഏരിയയുടെ പേരാണ്, ഫിറ്റ്സ്ജെറാൾഡ് ബേ. ഈ വഴി പോയ കുറേ വീടുകൾ, പിന്നെ അത്യാവശ്യം ബസ് സ്റ്റോപ്പും ആൾക്കാർക്ക് പോകാനുള്ള പാത്ത് വേ, വോക്ക് വേ ആണ് ഇതൊക്കെ. മോർണിംഗ് വാക്കേഴ്സിന് പോകാനുള്ള ഒരു ഇതാണ്. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഇവിടെ, ഒരു സാക്സൺ ഗോൾഡ് ഒരു ബസ് സ്റ്റോപ്പ്. ഇവിടെ സിറ്റിയിലോട്ടൊക്കെ പോകാൻ ഇവിടെ വന്ന് ഇവിടുന്ന് 45 മിനിറ്റ്സിൽ സിറ്റിയിൽ ഫാസ്റ്റ് ട്രാക്കിലൂടെ ബസ് റൂട്ട്. ഇത് വേറൊരു പേര് ഇവിടെ കാണുന്നു, റോക്സ്ബർഗ് പ്ലേസ്. അതിന് മുകളിൽ ഹിസ്റ്ററി ഉണ്ട്. ഈ പഴയ ലാൻഡ് ലോർഡിൻ്റെ പേരും എന്തൊക്കെയോ ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. അത് നമുക്ക് അങ്ങോട്ട് വായിക്കാൻ പോവാം. ലെറ്റ്സ് റീഡ് ദാറ്റ്. എന്താ എഴുതിയിരിക്കുന്നത്? ഇൻ 1798 Andrew McDougall and his family arrived in Sydney as free settlers. An area of 500 acres was granted him at Bockham Hills the following year, which he named Roxburgh Place. കണ്ടില്ലേ, ഇപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കുറേ വീടുകൾ വന്നു, കൈമാറിപ്പോയി പല ആൾക്കും. That's it. Wonderful. ഈ ഒരു കയറ്റം കയറാൻ സാധാരണ പതുക്കെ കയറിയാൽ നല്ല സുഖമാണ്. കുറച്ച് ടഫാണ്, ബ്രീതിങ് കുറച്ച് കൂടും. പക്ഷേ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഫിറ്റ്നസ്സിന് വേണ്ടി നമുക്ക് ഇത് നടന്നാൽ വളരെ നല്ലതാണ്. ഇതേമാതിരി ഒരു പ്രാവശ്യം നടക്കാൻ പോയപ്പോഴേ ഒരു സ്ട്രീറ്റ് കണ്ടു. അതിൻ്റെ പേര് തലശ്ശേരി സ്ട്രീറ്റ്, ടെലിച്ചെറി. അന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ പേര് ടെലിച്ചെറി എങ്ങനെ ഇവിടെ എത്തി, സിഡ്നിയിലെത്തി. അപ്പോൾ അത് ഇതേമാതിരി ഏതോ സെറ്റിലർ പേര് ഈ പേരിട്ടതായിരിക്കാം. ഈ ചെറിയ കുന്നിൻ്റെ മുകളിലോട്ട് കയറുകയായി. ഹിൽസ് ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഹിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ അതുമാതിരി വലിയ ഹില്ലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരു ഹില്ല് ഇത് തന്നെ ആയിരിക്കും ഇപ്പോൾ കയറുന്നത്. ഇതിൻ്റെ അടുത്തൊരു സംഭവമുണ്ട്, അതിൻ്റെ പേര് 7 ഹിൽസ്, 7 മലകൾ. പക്ഷേ 7 മലകൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എല്ലാ ഹിൽസും കൂടി ഹിൽസ് ഡിസ്ട്രിക്റ്റായി എന്ന് പറയാം. വാവ്, പല പ്ലാനറ്റും ആൾക്കാർ നടുന്നുണ്ട്. ഇതുകൊണ്ടോ റോസൊക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ
കുറച്ച് കോൺഷ്യസ് ആണ്. ഗ്രീൻ ഗാർഡനിങ്, ഇതേമാതിരി ഷേപ്പിംഗ്, അതിൻ്റെ ട്രീ ഷേപ്പൊക്കെ ചെയ്ത് ട്രിമ്മൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിരിക്കുന്നു. തുളസിയും കാണാം ഇവിടെ. ഇറ്റ്സ് വണ്ടർഫുൾ. Wow. ആ കാണുന്നതാണ് ഒരു റെസ്റ്റ് വുഡ് എന്ന് പറയുന്ന അവിടെ വലിയൊരു ഗ്രൗണ്ടാണ്. ഇവിടെ ഒന്നെന്തോ പരിപാടി ഉണ്ട്. കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കാണുന്നു. ഓക്കെ, ഇവിടെയാണ് എൻ്റെ വീട്. ഈ ചെടികളുടെ ബാക്കിൽ പൂളും എൻ്റെ വീടും അതിൻ്റെ സൈഡിൽ വേറെ വീടുകളും. സൂര്യപ്രകാശം കാരണം അത് അത്ര ക്ലിയർ ആവില്ല. പിന്നീട് ഒരു അവസരത്തിലെടുക്കാം. Collect place. നമ്മൾ ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊന്ന് പോവുക. അപ്പോൾ അവിടെ എന്താ പരിപാടി എന്ന് നോക്കാം. ഓക്ക് ട്രാക്കൊക്കെ ഉണ്ട്, അങ്ങോട്ട് നടന്ന് പോകാനുള്ള ട്രാക്കും. ഇവിടെ ഫുട്ബോളോ എന്തോ കളിക്കാൻ കുട്ടികൾ. ഇവിടെ പല ടൈപ്പ് ചെടികൾ ആണ്. പണ്ടുള്ള ആൾക്കാർ ഇവിടെ കുറച്ച് കാര്യമായിട്ടൊന്ന് നട്ടിട്ടുണ്ട്. ഇത്രയും വലിയ വലിയ മരങ്ങളും അത് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർ. ലൈനിൽ വെച്ചിരിക്കാം മരങ്ങൾ. എന്ത് മരം അറിയില്ല. ബ്യൂട്ടിഫുൾ ഗ്രീൻ കണ്ടില്ലേ. ചില ആൾക്കാർക്ക് ബോട്ടൊക്കെ ഉണ്ട്. അവർ വീക്കെൻഡിൽ ബോട്ട് എടുത്തിട്ട് ട്രാവലിംഗ് ആൾക്കാരാണ്. വെള്ളത്തിൽ പോയിരിക്കും ഫുൾ ഡേ. ഇന്ന് ഫുട്ബോൾ കളിയാണ്. അതാണ് ഇത്രയധികം ജനങ്ങളെ അവിടെ കാണുന്നത്. ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ പിടിച്ച് അയക്കാനുള്ള ചാൻസ് കിട്ടിയത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഞാനിതൊരു ബ്ലോഗാക്കി കുറച്ച് പേർക്കൊക്കെ അയക്കാമെന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗിൻ്റെ പേര് റിട്ടയേർഡ് സിഡ്നി ബോയ്സ് എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. സിഡ്നി ബോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ഞങ്ങൾ 5-8 ഫാമിലീസ് സ്ഥിരം ചാറ്റിങ്ങും പിന്നെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ വൈഫും ഉണ്ട് അതിൽ. പക്ഷെ ഞങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ പേര് അങ്ങനെ ഇട്ടിരിക്കുക. അത് ഒരു 10-12 വർഷമായിട്ട് ഓടുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗിൻ്റെ ഒരു പേര് അങ്ങനെ ആക്കിയിട്ട് ഒരു ട്രയൽ. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ലെറ്റ് മി സീ എനിക്കിതിനെ ക്രിയേറ്റീവായിട്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ, ടൈം പാസ് പറ്റുമോ. പിന്നെ ഇതേമാതിരി കുറേ പേര് നിറച്ചും വേൾഡ് വൈഡ് വ്ളോഗ് ചെയ്തുകൊണ്ട് ദേ ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് എഫേർട്ട് പബ്ലിക്കിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട്. സോ മേ ബി ഐ ക്യാൻ ബി വൺ ഓഫ് ദോസ്. ഇവിടെ കളിയുടെ ആ ഒരു സീൻ, വണ്ടികളും ആൾക്കാരും
ദിസ് ഈസ് ഇറ്റ്. ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ ബാക്കിൽ കാണുന്ന ചുവന്ന കാറിൻ്റെയും ബാക്കിൽ കാണുന്ന ഒരു സ്ട്രക്ചർ, അതാണ് എൻ്റെ വീട്. റൈറ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഗുഡ് മോർണിംഗും പിന്നെ ഹാപ്പി ഡേ അഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശശിധരൻ, താങ്ക് യു, ബൈ.